മുഖ്യമന്ത്രിയെ ഇന്നറിയാം. ബംഗളൂരുവിൽ നിന്ന് തിരിച്ചെത്തിയ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധി തേടിയിരുന്നു. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് നടപടിക്രമങ്ങൾ ഹൈക്കമാൻഡ് പൂർത്തിയാക്കുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതിൽ ഘടകകക്ഷികളും കടുത്ത അതൃപ്തിയിലാണ്. PV അരുൺ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഡൽഹിയിൽ വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. അതിലൊരു അന്തിമ തീരുമാനമായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? ഇന്ന് തന്നെ മുഖ്യമന്ത്രി ആരെന്നതിലൊരു പ്രഖ്യാപനമുണ്ടാകുമോ? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി കേരളം ചോദിക്കുന്ന ചോദ്യമാണ്, കേരളം കാത്തിരിക്കുന്ന മറുപടിയാണ്. ആരാണ് കോൺഗ്രസിന്റെ മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്? ഒരുപക്ഷെ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള കാത്തിരിപ്പാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി. വലിയ ഭൂരിപക്ഷം 102 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷം നൽകിയാണ് കോൺഗ്രസിന് UDF മുന്നണിയെ ജനം അധികാരത്തിൽ എത്തിയത്. 10 വർഷത്തെ CPM ഇടതു ഭരണത്തിന് അവസാനം കുറിച്ചുകൊണ്ട് വലിയ ജനവിരുദ്ധ വികാരം ആ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. ആ വികാരത്തിന്റെ പുറത്താണ് കോൺഗ്രസിന് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയതെന്ന് നിസ്സംശയം പറയാം. പക്ഷേ അതിനുശേഷം തികച്ചും ആ പ്രതീക്ഷ കോൺഗ്രസ് സർക്കാരിൽ അർപ്പിച്ച ജനങ്ങളെ മുഖത്തു നോക്കി പല്ലിളിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. 10 ദിവസമായി അനുശ്രീ ചോദിച്ച ചോദ്യം തന്നെയാണ് കേരളവും ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയായോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായോ, ആരാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കുമെന്ന ചോദ്യം. ഇപ്പോഴും അതിന് ഉത്തരം പറയാൻ ആർക്കും കഴിയുന്നില്ല. ഇന്ന് വരുമെന്ന് ഓരോ ദിവസവും പറയുന്നു. ആ ഇന്നാകട്ടെ നമുക്കും ആഗ്രഹിക്കാം. ഏതായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയെങ്കിലും ആ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്നലെ തന്നെ ധാരണയായിരുന്നു. രാവിലെ തന്നെ കെ മുരളീധരൻ ഇവിടെ നിന്ന് പോയ ശേഷം പറഞ്ഞത് എല്ലാം തീരുമാനമായിരിക്കും, നാളെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. അതിനിടെ ഇന്നലെ രാത്രി തന്നെ പ്രഖ്യാപനം വന്നേക്കാം തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നു. പക്ഷേ പ്രഖ്യാപനം വന്നില്ല. സാധാരണഗതിയിൽ വാർത്താ സമ്മേളനം നടത്തിയ ACCയുടെ നേതാക്കൾ ആരെങ്കിലും വക്താവോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിമാരോ വാർത്താ സമ്മേളനം നടത്തി തീരുമാനം പ്രഖ്യാപിക്കേണ്ടതാണ്. പക്ഷേ അതുണ്ടാകില്ലെന്ന സൂചന ലഭിക്കുന്നത്. ഒരു വാർത്താക്കുറിപ്പിൽ, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഒരു വാർത്താക്കുറിപ്പിൽ ആ തീരുമാനം വരും. പക്ഷേ അതും എപ്പോഴെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ ഉള്ളത്. വളരെ വലിയ വിമർശനം കോൺഗ്രസിനെതിരെ പേരിൽ കേൾക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് ട്രോൾ ചെയ്യപ്പെടുകയാണ്. വലിയ വിമർശനം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയരുന്നു. ലീഗിനുള്ളിൽ കടുത്ത അതൃപ്തി, ഘടകകക്ഷികൾക്ക് പൊതുവെ വലിയ അതൃപ്തിയുണ്ട്. പുറത്തുപോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായെന്ന് ലീഗിന്റെ MLA-മാർ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യമുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നമായി ഇത് വളരുകയാണ്. കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ അധികാരത്തിൽ എത്തിച്ചിട്ടും അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല. പകരം ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുക കോൺഗ്രസിന് അത്ര പ്രശ്നമുള്ള കാര്യമല്ല. കാരണം 2 പേർ ജയിച്ചു വന്ന 2 പേരുണ്ട്. ഒരാൾ മുൻ പ്രതിപക്ഷ നേതാവാണ്, ഒരാൾ ഇപ്പോൾ കോൺഗ്രസ് നയിച്ച പ്രതിപക്ഷ നേതാവാണ്. അതിനുമപ്പുറത്തേക്ക് ACC ജനറൽ സെക്രട്ടറി ഈ സ്ഥാനം സ്വപ്നം കണ്ട് ചരടുവലികൾ നടത്തുന്നതാണ് കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിലാരാണ് മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ആർക്കും വ്യക്തതയില്ല. 3 ക്യാമ്പും ഇപ്പോഴും ശുഭപ്രതീക്ഷയിലാണ്. KC വേണുഗോപാൽ തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും ആഘോഷങ്ങൾക്ക് ഒരുക്കിക്കോളൂ, അതിനുള്ള എല്ലാ കോപ്പ് കൂട്ടിയാണ് KC വേണുഗോപാൽ ക്യാമ്പ് ഇരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച പ്രഖ്യാപനം വൈകുന്നേരം 6 മണിയോടുകൂടി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ KPCC ആസ്ഥാനത്തേക്ക് വലിയൊരു സംഘം KC വേണുഗോപാൽ അനുകൂലികൾ എത്തിയിരുന്നവർ മധുരപലഹാരങ്ങളുമായാണ് വന്നത്, പടക്കങ്ങളുമായാണ് വന്നത്. പക്ഷെ അവർക്ക് ആഘോഷത്തിന് പകരം നേരത്തെ വെച്ച ഫ്ലക്സ് ബോർഡുകളും ഹോർഡിംഗ്സുകളും എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അതിനുശേഷവും ഇപ്പോഴും ആ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസമാണ്. KC വേണുഗോപാൽ അല്ലാതെ മറ്റാരെ എന്ന ചോദ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. സംഘടനാ രംഗത്ത് കോൺഗ്രസിനെ രാജ്യത്തിന് നയിക്കുന്ന നേതാവ് KC വേണുഗോപാലിന്റെ സമര പാരമ്പര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് റോളുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് MLA-മാരുടെ പിന്തുണയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് KC ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സതീശൻ അല്ലാതെ മറ്റാരാണ് ഇത്ര വലിയ വിജയത്തിന് നേരവകാശി എന്നാണ് VD സതീശൻ ക്യാമ്പ് ചോദിക്കുന്നത്. തീർത്തും ദുർബലമായിരുന്ന, തീർത്തും നാമാവശേഷമായ ഒരു മുന്നണിയെ, കോൺഗ്രസ് പാർട്ടിയെ എണീറ്റ് നിന്ന് ശബ്ദിക്കാൻ, LDF സർക്കാരിനെതിരെ, പിണറായി വിജയനെതിരെ പോരടിക്കാൻ പ്രാപ്തനാക്കിയ നേതാവാണ് VD സതീശൻ. അദ്ദേഹമല്ലാതെ മറ്റാരാണ് വിജയത്തിന് നേരവകാശി? 102 സീറ്റ്, 100-ലേറെ സീറ്റെന്ന് ധൈര്യത്തോടെ, ആത്മധൈര്യത്തോടെ പറയാൻ തയ്യാറായ നേതാവ് VD സതീശനാണ്. ഓരോ ജില്ലകളിലെയും അദ്ദേഹത്തിന്റെ കണക്കുകൾ ശരിയായി. മന്ത്രിമാർ
ഒരു ഡസൻ പരാജയപ്പെടുമെന്ന് പറഞ്ഞത് ഒന്നധികമായി മാത്രമേ മാറിയിട്ടു. അങ്ങനെ എന്തുകൊണ്ടും ഈ വിജയത്തിന്റെ നേരാവകാശി സതീശനാണ്. വി ഡി ഇല്ലെങ്കിൽ ഇവിടെ വലിയ കലാപമുണ്ടാകും കോൺഗ്രസ് എന്ന മുന്നറിയിപ്പുമായി വി ഡി സതീശൻ ക്യാമ്പുണ്ട്. പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ, നാട് നയിക്കട്ടെ എന്നാണ് അവരുടെ മുദ്രാവാക്യം. അതേസമയം രമേശ് ചെന്നിത്തല ഏറ്റവും സീനിയറായ നേതാവാണ്. 26 വയസ്സിൽ സംസ്ഥാനത്തിന്റെ മന്ത്രിയായ അപൂർവ രാഷ്ട്രീയ ചരിത്രമുള്ള ആളാണ് രമേശ് ചെന്നിത്തല. കേന്ദ്ര സർക്കാരിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചു. സംസ്ഥാനത്ത് ആഭ്യന്തര മന്ത്രിയായിരുന്നു, KPC അധ്യക്ഷനായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴുള്ള കേരളത്തിലുള്ള ഈ സജീവമായ നേതാക്കളുടെ ഒക്കെ നേതാവാണ് രമേശ് ചെന്നിത്തല, ഏറ്റവും സീനിയറായ നേതാവ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ രൂപീകരിക്കുമ്പോൾ വേണമെങ്കിൽ തനിക്ക് എന്ന അവകാശവാദം ഉന്നയിക്കാമെന്ന്, പക്ഷേ ഉമ്മൻചാണ്ടി സീനിയറായിട്ട് മാറിക്കൊടുത്തു. 2021 വീണ്ടും പ്രതിപക്ഷ നേതാവ് തനിക്കായിരുന്നു പിന്തുണ കൂടുതൽ. പക്ഷേ അപ്പോഴും പാർട്ടി പറഞ്ഞതിനെ എതിർക്കാതെ വളരെ സംയമനത്തോടുകൂടി ഒരു അക്ഷരം മിണ്ടാതെ പാർട്ടി തീരുമാനത്തിന് വഴങ്ങി പ്രതിപക്ഷത്ത് പ്രവർത്തിച്ച ആളാണ് താൻ. തന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഓർപ്പിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല സജീവമായിട്ട് അങ്ങനെ 3 ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 2 വി ഡി സതീശൻ, KC വേണുഗോപാൽ അനുയായികളുടെ തമ്മിലടിക്കിടെ പാർട്ടിയെ നാണക്കേടിലാക്കാതെ പൂർണ്ണമായും പാർട്ടി നിലപാടിനൊപ്പം നിന്നുപോയ തനിക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം അർഹതയുണ്ട് എന്ന് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവരും വാദിക്കുന്നു. അങ്ങനെ 3 ക്യാമ്പും ശുഭപ്രതീക്ഷയിലാണ്. പല നേതാക്കളും ഇതിനകം തങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിനെ അടക്കം തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. 2020 സമാനമായി മന്ത്രിസഭാ രൂപീകരണം പോലും നടത്തിയതാണ് UDF. പക്ഷേ അന്നവർക്ക് പ്രതിപക്ഷത്തിരിക്കാനാണ് വിധി. ഇത്തവണ പക്ഷേ ഈ 3 നേതാക്കളും തങ്ങളുടെ തുറന്നു നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാനത്ത് വലിയ ഭരണസ്തംഭനം ഉണ്ടാകുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് SSC പരീക്ഷാഫലം 15-ാം തീയതി പ്രഖ്യാപിക്കേണ്ടതാണ്. അതിന്റെ കാര്യത്തിൽ ഇനിയും അവ്യക്തതയുണ്ട്. ഇന്ന് പരീക്ഷാ ബോർഡ് ചേർന്നു. സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ട്രഷറി ഇടപാടുകൾ പലതും തടസ്സപ്പെടുന്നു. ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ഇപ്പോഴും വലിയ വിവാദങ്ങൾ ആയിക്കഴിഞ്ഞു. അക്ഷരാർത്ഥ സംസ്ഥാനം ഒരു കാവൽ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അക്കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല. പുതിയ സർക്കാർ ചെയ്യേണ്ട നിലപാടാണ് പിണറായി വിജയനുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒരു ഭരണസ്തംഭനത്തിലേക്ക് പോവുകയാണ്. അപ്പോഴും ആരാണ് മുഖ്യമന്ത്രി, എന്നാണ് സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ മണിക്കൂറുകളിലും അനിശ്ചിതത്വം തുടരുകയാണ്. ഉച്ചയോടുകൂടിയെങ്കിലും അത് പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. മനുഷ്യരും അരുൺ, അതുപോലെ തന്നെ ഈ ജനവികാരം അടിസ്ഥാനമാക്കി ആയിരിക്കില്ല കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുക. അതിന് കോൺഗ്രസിന്റേതായിട്ടുള്ള രീതിയുണ്ട് എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം K മുരളീധരനും VM സുധീരനും അടക്കം ജനവികാരം വി ഡി സതീശന് അനുകൂലമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ രാഹുലിനോട് പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കില്ലേ ഈ ഒരു പ്രതിസന്ധി സമയത്ത് ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുന്നുണ്ടാവുക? അതും ഒരു ഘടകമാകും. കാരണം വി ഡി സതീശന് ഒരു പൊതു സ്വീകാര്യത തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം, കാരണം അത്രയധികം വലിയൊരു ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നതിന്റെ നേരവകാശി സതീശനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് അദ്ദേഹത്തിനുള്ള മാർക്ക് കൂടിയാണ്. അതുകൊണ്ട് തന്നെ സതീശൻ തന്നെ പ്രതിപക്ഷ മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് ജനവികാരം. അതാണ് മുസ്ലിം ലീഗ് പറയുന്നത്, അതാണ് RSP പോലുള്ള പാർട്ടികൾ നേരത്തെ പറഞ്ഞത്, കേരള കോൺഗ്രസ് പറഞ്ഞത്. K മുരളീധരനും VM സുധീരനും പോലെ സതീശ് അനുകൂലിക്കുന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് മാത്രമാകുമോ ഘടകം? എക്കാലത്തും കോൺഗ്രസിൽ നിയമസഭാ കക്ഷിയിലെ പിന്തുണ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിനുണ്ട് അവിടുത്തെ കക്ഷിനില, അവിടെ ആർക്കാണ് പിന്തുണ എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ട. ഏറ്റവും ഒടുവിൽ കൊച്ചി നഗരസഭ പോലും അങ്ങനെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തത്. അങ്ങനെ ഉള്ളപ്പോൾ എന്തിന് ഈ ഇത്തവണ മാത്രം ഒരു മാറ്റം വരുത്തണം? ജനവികാരം എന്ന പേരൊക്കെ ഒരു PR എക്സസൈസിന്റെ ഭാഗമാണ്. ജനവികാരം PR എക്സസൈസിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നൊരു വലിയ വിമർശനം എതിർ ക്യാമ്പ്, അത് പ്രത്യേകിച്ചും KC വേണുഗോപാൽ ക്യാമ്പ് വി ഡി സതീശനെതിരെ ഉയർത്തുന്നുണ്ട്. അത് മാത്രം മാനദണ്ഡമാകില്ല കോൺഗ്രസിൽ. എല്ലാ കാലത്തെയും പോലെ നിയമസഭാ കക്ഷിയിലെ പിന്തുണ ആർക്കാണോ കൂടുതൽ അവിടെ അത് തന്നെ നിർണായകമാകുമെന്നാണ് KC വേണുഗോപാൽ അനുകൂലിക്കുന്നവരുടെ വാദവും അവരുടെ പ്രതീക്ഷയും. നിയമസഭാ കക്ഷിയുടെ പിന്തുണ കൂടുതലുള്ളത് KC വേണുഗോപാലാണ് അവർ ശക്തമായി തന്നെ പറയുന്നു. മാത്രമല്ല ഘടകകക്ഷികൾക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇക്കാലത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവുമില്ല. കാരണം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് അവരുടെ മുഖ്യമന്ത്രി ആരാകണമെന്ന് പറഞ്ഞുകൊണ്ട് എതിർവാദവുമുണ്ട്. ഏതായാലും നിയമസഭാ കക്ഷിയുടെ പിന്തുണ മാത്രമാണോ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ ഹൈക്കമാൻഡിലുള്ള ശക്തമായ പിടി മാത്രമാണോ, അതുമല്ലെങ്കിൽ ജനവികാരം മാനിച്ചുകൊണ്ടാണോ, അതുമല്ല ഇനി സീനിയോറിറ്റിയും ഇനിയൊരു അവസരമില്ലാത്ത ചെന്നിത്തലയെ ഇതിലൊരു മുഖ്യമന്ത്രിയായി പരിഗണിക്കുമോ എന്ന കാര്യമൊക്കെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഉച്ചയോടുകൂടി അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ശരി, VV അരുണാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.